ദൈവത്തിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമുക്കിപ്പോൾ ദൈവത്തോട് നിന്ന് ചോദിക്കാനോ മറുപടി കിട്ടാനോ ഒന്നും സാധ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് ഭാവിക്കുന്ന നിരവധി തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ക്ഷേത്രമാണെങ്കിലും മറ്റു പല ക്ഷേത്രങ്ങളിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ അയോധ്യ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഏതാണ്ട് 2000 കോടി രൂപയെടുത്തുള്ള കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഭക്തരാണ് എന്ന വ്യാജേന നമ്മളെ കബളിപ്പിക്കാനും നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള കള്ളക്കഥകളുമൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമനൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെയൊക്കെ പണ്ടേ ശിക്ഷിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിലും എനിക്കൊരു വിശ്വാസക്കുറവില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം ചമ്പത് റായ് എന്ന് പറയുന്ന ഒരു ചമ്പൽ കൊള്ളക്കാരൻ എന്ന് വിളിച്ചാൽ അവർ നമുക്കെതിരെ മാനനഷ്ടത്തിന് കൊടുക്കും. അത്തരത്തിലുള്ള ഒരാൾ വലിയ തോതിൽ പണം അടിച്ചു മാറ്റിയിരുന്നു. ഏതാണ്ട് 40% അമ്പലം പണിയുമ്പോൾ തന്നെ അദ്ദേഹം കമ്മീഷൻ അടിച്ചു മാറ്റിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചെറിയ അഭ്യാസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും PSC ചെയർമാനും ഒക്കെ ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹം KS രാധാകൃഷ്ണൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ചില വസ്തുതാപരമായ പിശകുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യം കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതും അതിന്മേൽ അടിയന്തരമായി നടപടി എടുക്കേണ്ടതുമാണ്. ഞാനിതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ഠരര് രാജീവർ അറസ്റ്റിലായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴ്മൺ കുടുംബത്തിൻ്റെ തന്ത്രി അവകാശം ശബരിമലയിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാണ്. ആ എടുത്തു മാറ്റണം എന്നുള്ളത് KS രാധാകൃഷ്ണൻ സാറ് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യവും കുറച്ചുകൂടി ശ്രദ്ധയും വരികയും ആളുകളത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കടുത്ത ഭാഷയും കടുത്ത വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട്, ചില ടെക്നിക്കൽ എറേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുമോദിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് ഇത് പരമ്പരാഗതമായി കൈവശം വെക്കുകയും അതിൽ നിന്ന് വലിയ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ പൊള്ളിക്കുന്ന ഒരഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യഭിചാരശാലയിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള കണ്ഠരര് മോഹനര്, ആ കണ്ഠരര് മോഹനരെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കണ്ഠരര് രാജീവര്, അദ്ദേഹം 2 കേസുകളിൽ പ്രതിയാണ്. ഇത്തരത്തിലുള്ളൊരു കുടുംബത്തിന് എന്തിനാണ് ശബരിമലയുടെ ഒരു തന്ത്രി അവകാശം കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ആ കേസുകളിലേക്കൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ് ഉറപ്പായിട്ടും തന്നെ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വരൊക്കെ വന്ന എല്ലാ ചർച്ചകളിലും ഇരുന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം, കാരണം വീട്ടിലേക്ക് നല്ല ചില്ലറ കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള 2 കുടുംബങ്ങളാണ്. ഒന്ന് താഴ്മൺ ഫാമിലിയും ഒന്ന് താരനല്ലൂർ ഫാമിലിയും. തന്ത്രി കുടുംബങ്ങളാണ്. അദ്ദേഹം അവരെ 2 ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്കായിട്ട് നിരവധി അമ്പലങ്ങളിൽ തന്ത്രി അവകാശം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചീഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ പ്രതിഷ്ഠയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോൾ ഇവരൊക്കെ തന്നെ കോയിൻ ചെയ്യുന്ന വാക്കുകളാണ് കേട്ടോ. ഇവർ വളരെ ബുദ്ധിപരമായി ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇവർ തന്നെ കോയിൻ ചെയ്ത വാക്കുകളാണ്. നിങ്ങൾ ആലോചിക്കണം. ഇവർ പറയുന്നത് ഈ പറയുന്ന ദൈവത്തിൻ്റെ, അതായത് അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനാണ് ഈ തന്ത്രിമാർ, അതായത് ഈ പ്രതിഷ്ഠ നടത്തുന്നവർ എന്നുള്ളത് ഇവരങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിച്ചേക്കാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ വിശ്വസിപ്പിച്ചേക്കാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇതുപോലെയൊക്കെ ആളുകളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ പ്രതിസ്ഥാനീയരാണ്, അതായത് ദൈവം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ പ്രതിസ്ഥാനീയരാണ് തന്ത്രികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തന്ത്രികൾക്കെതിരെയുള്ള കേസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഏറ്റവും ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, അവിടെ ഏറ്റവും ആദ്യം നേരത്തെ കണ്ഠരര് മഹേശ്വരായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള കണ്ഠരര് മോഹനര് വന്നു. ഈ കണ്ഠരര് മോഹനര് 2006 ആദ്യത്തെ കേസിൽ പെടുന്നുണ്ട്. ആ കേസിൽ പെടുമ്പോൾ അദ്ദേഹം പെടുന്നത് ഇവിടുത്തെ ഏറ്റവും ആദ്യം കേരളത്തിൽ പെൺഗുണ്ടയായി ചിത്രീകരിക്കപ്പെട്ട, അവരൊരു ബ്രോത്തൽ നടത്തുന്നു എന്നൊക്കെ പറയുന്ന ആരോപണമുള്ള അവരുടെ ഒരു ശോഭ ജോൺ എന്ന് പറയുന്ന ഒരു വനിതയുടെ ലിങ്ക്ലാൻഡിലുള്ള ഫ്ലാറ്റിലേക്ക് ഇദ്ദേഹം രാവിലെ എത്തുകയാണ്. ഇദ്ദേഹം അവിടെ എത്തിയത് എന്ത് പൂജ നടത്താനാണ്, അല്ലെങ്കിൽ എന്ത് നടത്താനാണ്? അദ്ദേഹം പലർക്ക് ചായ കുടിക്കാനാണോ, അതോ ഈ പറയുന്ന പോലെ പലർക്ക് കടലയോ കപ്പയോ എന്തെങ്കിലും വാങ്ങിക്കാനാണോ ഒന്നും നമുക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ എന്തിനായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം അവിടെ വരുന്നു. ഇദ്ദേഹം അവിടെ വന്നതിന് ശേഷം
ഇദ്ദേഹം ഒരു കേസ് കൊടുക്കുന്നു. അതിൽ KS രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബച്ചൂർ റഹ്മാൻ അടക്കമുള്ള നിരവധി ആളുകൾ, ഇത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ് കേട്ടോ. എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, ഈ ബച്ചൂർ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബച്ചൂർ റഹ്മാനും കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അപ്പോൾ ഈ ശോഭാ ജോണൊക്കെ 5 ലക്ഷം രൂപ മേടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഗുണ്ടകൾ കുറച്ചുകൂടി ആക്രാന്തം കൂടിപ്പോയി അവർ 15-30 ലക്ഷം രൂപയ്ക്ക് ഇയാളുടെ അടുത്ത് ചോദിച്ചു. കാരണം ഇയാൾ കാശുള്ള ആളല്ലേ എന്ന് വെച്ച്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും മറ്റേ ശരീരത്തിലൊക്കെ ഉണ്ടായത് 2.5 ലക്ഷം രൂപയുടെ ഗോൾഡൊക്കെ തന്നെ അടിച്ചു മാറ്റി. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന പരാതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കണ്ഠരര് മോഹൻ്റെ കൊടുത്തത്. പക്ഷേ അതിൽ അദ്ദേഹം നാണം കെട്ടു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം അദ്ദേഹം പോയത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് കേസ് വന്നപ്പോൾ ഇദ്ദേഹം ഒന്നുകൂടി വലിയ തോതിൽ തേഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തോട് കോടതി ചോദിച്ചു തങ്ങൾക്ക് തന്ത്രവിദ്യകൾ എന്തെങ്കിലും അറിയുമോ, അതുപോലെ മന്ത്രങ്ങൾ അറിയുമോ, അതുപോലെ സംസ്കൃതം അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല. കൂടാതെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനൊക്കെ തന്നെ ഇദ്ദേഹത്തെ വിശദമായി ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേക്കും ഇദ്ദേഹത്തിന് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പോലും അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ശോഭാ ജോണിൻ്റെ അടുത്ത് നിന്ന് ചായ ഒഴിക്കാൻ മാത്രമായിരുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അപ്പോൾ ഇത്തരത്തിൽ യാതൊരുവിധ തന്ത്രപത്ര വിദ്യകളൊന്നും പഠിക്കാത്ത, യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ഇതുപോലെ കുത്തകാവകാശമായി ഒരു കുടുംബം കൊണ്ടു നടക്കുകയാണ് ശബരിമലയിലെ തന്ത്രി അവകാശം. അത് ഈ പറയുന്ന ഒരു കഥ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾക്കിപ്പോൾ ഇനി നാളെ രാവിലെ പരശുരാമനോട് ചെന്ന് ചോദിക്കലൊന്നും നടക്കില്ലാത്തത് കൊണ്ടിട്ട് സ്വാഭാവികമായിട്ട് പരശുരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കുകയും ആ കഥയുടെ പുറത്ത് ഹിന്ദുക്കളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവർ എന്ത് ചെയ്യുകയാണ്, ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇങ്ങേരുടെ ഒരു ക്വാളിഫിക്കേഷൻ. ഇതുപോലെ തന്നെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അഭയ കൊലക്കേസ് ഉണ്ടായപ്പോഴൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആ കന്യാസ്ത്രീയെയും അതുപോലെ ഫാദറിനെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ കന്യകയാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുകയും അതിന് ഈ പറയുന്ന പോലെ അല്ല എന്ന് പറയുകയും പിന്നെ എത്ര തവണ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് പിന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയും പിന്നെ കോടതി നിർത്താൻ പറയുകയൊക്കെ ചെയ്ത പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ഇദ്ദേഹം തകർന്നു പോയിട്ടുള്ള ഒരു സംഭവമാണിത്. പിന്നെ അതിനുശേഷം അദ്ദേഹം അവിടെ മെയിൻ തന്ത്രിയായിട്ട് വരാൻ കഴിഞ്ഞില്ല. കാരണം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇദ്ദേഹം നിർത്തിയില്ല. കാരണം ഇങ്ങനെ തന്ത്രിയായി വരാൻ വേണ്ടി മാത്രം അന്നത്തെ ഗുപ്തൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇദ്ദേഹം 1 കോടി രൂപ കൈക്കൂലി മേടിക്കാൻ കൂടി കൊടുക്കാൻ വേണ്ടി കൂടി ശ്രമിച്ചു എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ എത്ര നല്ല മനുഷ്യരായിരിക്കും ഇവരാണ്. ദൈവത്തിൻ്റെ പിതൃസ്ഥാനീയർ, ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർ എന്നൊക്കെ സ്വയം അവകാശപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഞെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടുള്ള കണ്ഠരര് രാജീവ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ വന്ന് ഒരു ചാനൽ ഡിബേറ്റിലിരുന്ന് 5000 രൂപ എന്നോട് നേരിട്ട് മേടിക്കുകയും സ്ത്രീകളോട് കയറാൻ പറയുകയും ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കയറിക്കൊള്ളാൻ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും യാതൊരുവിധ വിശ്വാസവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളാണ് ഞാൻ സ്ത്രീകളെ കയറ്റിയാൽ ഇത് അമ്പലം അടച്ചിടുമെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ വാജിവാഹനം കൊണ്ടുപോയി വീട്ടിൽ വെക്കുകയും അത് തന്നെ വളരെ തെറ്റായ രീതിയിൽ അത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ഏറ്റവും കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു തന്നേക്കാമെന്ന് ലെറ്റർ എഴുതുകയൊക്കെ ചെയ്ത ഒരാളുടെ പേരാണ് കണ്ഠരര് രാജീവൻ എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ അദ്ദേഹം 2 കേസിൽ കൂടി പ്രതിയാണ്. കാരണം അവിടെ നിന്നുള്ള ആളുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം വാ കൊണ്ട് ഒരക്ഷരം പോലും ഉരിയാടിയില്ല, ഒനങ്ങിയില്ല എന്നുള്ളതാണ്. കൂടാതെ ഇതിലൊക്കെ പല വിവാദപരമായിട്ടുള്ള വഴി കളവിലൊക്കെ പെട്ടിട്ടുള്ള ചില ആളുകളുടെ ജ്വല്ലറികളൊക്കെ തന്നെ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കൂടാതെ രണ്ടാമതായി അവിടെ കയറ്റുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുന്നത് ഇദ്ദേഹമാണ് എന്നുള്ളതിനൊക്കെയുള്ള നിരവധി തെളിവുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും ശരി, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിചാരണകൾ നടക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിന് ഇപ്പോൾ കണ്ഠരര് രാജീവ് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ മകനെ ഈ തന്ത്രിയായിട്ട് നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുത്തിരിക്കുകയാണ്. ആ കത്ത് കൊടുക്കുമ്പോഴാണ് KS രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി വന്നിട്ടുള്ളത്. BJP അതിന്മേൽ ഒരു നിലപാടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ KS രാധാകൃഷ്ണൻ സാറിനെ അഭിനന്ദിക്കുന്നു. കാരണം വളരെ ധൈര്യത്തോടെ ഇത്തരമൊരു കാര്യം പറഞ്ഞതിന്. ഇനി ഇതിൽ മറ്റ് ചില നിയമ ലംഘനങ്ങളും കൂടിയുണ്ട്. ആ ലംഘനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ അവിടെയുള്ള ആൺമക്കളുടെ മക്കൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. പെൺമക്കളുടെ മക്കൾക്ക് ഇല്ല അങ്ങനൊരു സൗകര്യം. പെൺമക്കളുടെ മക്കൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ അവിടെ തന്ത്രിയായിരുന്നു. അത് ഇതിനേക്കാൾ വലിയ ദുരന്തമായതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ആൺമക്കളുടെ മക്കൾക്ക് അത് തന്നെ ഒരു വിവേചനമാണ്. പണ്ട് കാലത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്.
പിന്നെ ഇവരെ കൊണ്ടുവന്നു എന്ന് പറയുന്ന വർഷവും അതുപോലെ ഈ ശബരിമല തുടങ്ങുന്നതൊക്കെ തമ്മിലുള്ള വലിയ അന്തരങ്ങളുണ്ട്. അതുകൊണ്ട് ഫാക്ച്വലി ഇതൊക്കെ വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. വെറും കഥകൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വലിയൊരു വിഹിതം അവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുള്ളതുകൊണ്ട് അതിൽ സുഖലോലുപരായി കഴിയുന്നതുകൊണ്ട് ശോഭ ജോണിൻ്റെയൊക്കെ അടുത്ത് വന്ന് ചായയൊക്കെ കുടിച്ച് ജീവിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്വന്തം അധികാരം പോയാലോ എന്നുള്ള ഭ്രമത്തിൻ്റെ പുറത്ത് മാത്രം ഇത് ഏതോ വിശ്വാസികളുടെ കാര്യമാണെന്നൊക്കെ ഇവർ പറയുകയാണ്. ഒരു വിശ്വാസികളുടെ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇത് സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും അവിടെ തന്ത്രിയാകാൻ പറ്റേണ്ടതാണ്. അതിനെക്കുറിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അത് തന്ത്രിയാകാൻ പറ്റേണ്ടതാണ്. അങ്ങനെ തന്ത്രിയാകണമെങ്കിൽ അവരുടേതായ, ഞാൻ പറഞ്ഞ വിശ്വാസപരമായി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാകട്ടെ. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി അടുത്തത് അവിടെ തന്നെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കെ എസ് രാധാകൃഷ്ണൻ സാറ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ വർഷങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും പുലയനും ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 21-ാം നൂറ്റാണ്ടിൽ പോലും അവൻ ജനിച്ചു വീണ മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ വിവേചനമില്ല എന്നൊക്കെ നമ്മൾ വലിയ തോതിൽ വായിട്ടടിക്കുമ്പോഴും കേരളീയർ പ്രബുദ്ധരാണെന്നൊക്കെ പറയുമ്പോഴും ശബരിമലയിൽ മേൽശാന്തിയാകണമെങ്കിൽ പോലും, ശ്രദ്ധിക്കണേ, ശബരിമലയിൽ മേൽശാന്തിയാകണമെങ്കിൽ പോലും ബ്രാഹ്മണനായിരിക്കണം എന്ന് പറയുന്ന ഒരു നിബന്ധനയുണ്ട്. എന്തിനാണത്? ബ്രാഹ്മണൻ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ കഴിയുന്ന ക്വാളിറ്റി, അതായത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി, നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, അല്ലെങ്കിൽ ഡിഗ്രി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മിടുക്കുണ്ടാകണമെന്ന് പറയുന്ന ഒരു ക്വാളിറ്റി വെക്കണതിന് പകരം ജനനം കൊണ്ട് മാത്രം നിർണ്ണയിക്കുന്ന ഒരു ജാതി ശബരിമലയിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അവിടേക്ക് പോകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈഴവരും അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും നായന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത പ്രിവിലേജ് എന്തിനാണ് ഈ പറയുന്ന ബ്രാഹ്മണന് കൊടുക്കുന്നത്? അവർക്ക് എന്തെങ്കിലും വലിയ മെറിറ്റ് കൂടുതലുണ്ടെന്നുള്ള ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കണോണ്ടാണ്. യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ വിടുതൽ തേടി നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും ഈക്വലാണെന്നും ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ച് ഇവർ കാശുണ്ടാക്കാനുള്ള പരിശ്രമമാണെന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം. നിങ്ങൾക്കിതിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടാകും, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് കെ എസ് രാധാകൃഷ്ണന് സാറിന് എല്ലാവിധ ഈ പറയുന്ന പോലെ ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിന് എതിർത്തുള്ള വാദങ്ങളൊക്കെ തന്നെ വിദണ്ഡവാദങ്ങളാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് അവരവർക്ക് പണമുണ്ടാക്കാനുള്ള ചെപ്പടി വിദ്യകളും അതിനുള്ള നരേറ്റീവുകളും മാത്രമാണ് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ദൈവത്തിനോട് ഞങ്ങൾ അടുത്ത് നിൽക്കുന്നവരാണ്, ഞങ്ങളെ ചോദ്യം ചെയ്താൽ ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ബാക്കിയുള്ളവരോട് ഇത്തരത്തിൽ പല മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു പോരുത്. അതുകൊണ്ട് BJP ഇപ്പോൾ ഇതിനെ അനുകൂലിക്കില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പെട്ടെന്നൊന്നും അഭിപ്രായം പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ട് പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ നമുക്കിപ്പോൾ വോട്ടിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് സത്യം പറയും, യഥാർത്ഥത്തിൽ ഈ താഴ്വൺ കുടുംബത്തെ അവിടെ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.